हाय फ्रेंड्स ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ കുറച്ച് പ്ലം കേക്ക് ആണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ് आज मैं बनाने के लिए जा रहा है थोड़ा പ്ലം കേക്ക്. അതിന് വേണ്ടി നമ്മൾ കുറച്ച് മുന്തിരിയും ഉണക്കമുന്തിരിയും ഡ്രൈ ഫ്रूट्സും പിന്നെ टूटी फ्रूटीയും ഓറഞ്ചും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. उसके लिए थोड़ा ऑरेंज टूटी फ्रूटी ग्रेप्स वगैरह पूरा रेडी करके रखा है. पहले ग्रेप्स का पूरा जूस निकाल रहे हैं एक छरन में डाल के अच्छा से दबा कर पूरा जूस निकाल रहे हैं क्योंकि सीड नहीं होना चाहिए इसके लिए. അപ്പോൾ അതിനുശേഷം ഒരു അരിപ്പയിലോട്ട് ഗ്രേപ്സ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ജ്യൂസ് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അരിച്ചെടുക്കുക നല്ല കുരുവൊന്നുമില്ല നല്ല അരിച്ചെടുക്കാൻ വേണ്ടി തന്നെ അരിപ്പ വെച്ച് കൈ കൊണ്ട് ഞെരടി എടുക്കുന്ന കേട്ടോ. അതിനുശേഷം ഇത്തിരി ഓറഞ്ചും അതേപോലെ എടുത്ത് ആ അരിപ്പ വെച്ച് നല്ലപോലെ ഒന്ന് ജ്യൂസ് पिഴിഞ്ഞെടുക്കുകയാണ്. उसका बाद क्या है एक और थोड़ा ऑरेंज भी लिया था वो भी ऐसा छरन में रख कर अच्छा से जूस निकाल कर ले रहा है क्योंकि अभी कुछ उसमें कुछ पार्टिकल्स नहीं होना चाहिए इसके लिए वो हाथ से दबाकर छरन में लेकर ले रहा है. उसका बाद एक नींबू लेकर उसका भी रस लिया. അതിനുശേഷം ഒരു ഇത്തിരി എന്താ പറയുക നാരങ്ങ എടുത്ത് അതിൻ്റെ കൂടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ വെച്ചൊരു അടിപൊളി പ്ലം കേക്ക് തന്നെയാണ് ഉണ്ടാക്കാൻ പോണത്. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തത് ഇതേപോലുള്ള പ്ലം കേക്ക് ട്രൈ ചെയ്യുക. നമ്മൾ സാധാരണ മുട്ടയും ഇതൊക്കെ ചേർത്ത് വൈനും ഒക്കെ ചേർത്തിട്ടാണ് അതിന് പകരം ഇതൊന്ന് ट्राई ചെയ്ത് നോക്കുക. അതിന് उसका बाद क्या किया ये जो जूस वगैरह निकाला फिर वो जो ड्राई फ्रूट टूटी फ्रूटी कैनबेरी का जो प्लम वगैरह है ना वो ड्राई ग्रेप्स वगैरह पूरा अभी मिक्स करेगा. അതിനുശേഷം ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ച ജ്യൂസും അതും ആ ഡ്രൈ ഫ്രൂട്ട്സും ടൂട്ടി ഫ്രൂട്ട്സും എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് വെച്ചിട്ട് അതിനൊന്ന് കുറച്ച് ഈ ജ്യൂസിലെല്ലാം സൂക്ക് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഒരു പാത്രം എടുത്ത് വെച്ച് അതിലോട്ട് ആദ്യം ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുക. അതിനുശേഷം നാരങ്ങ ജ്യൂസ് മുന്തിരി ജ്യൂസും പിന്നെ നാരങ്ങ അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ड्राई फ्रूट्सो टूटी फ्रूट्सो ഒക്കെ ഇടുക. अभी देखो जो पूरा ऑरेंज जूस वो एक बर्तन में डाल रहे फिर उसका अंदर थोड़ा ग्रेप का जूस और फिर नींबू का रस वगैरह ऐड करके अच्छा से मिक्स करेगा. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ആ എല്ലാ ജ്യൂസും ഒന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. നാരങ്ങ ജ്യൂസൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ചേർത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ आधी टूटी फ्रूटी इड़ा. पहले हम लोग डाल रहे हैं वो टूटी फ्रूटी है जूस का अंदर टूटी फ्रूटी डाल रहे हैं. फिर उसका बाद वो ये डालेगा क्या ड्राई फ्रूट्स वगैरह डालेगा. ड्राई फ्रूट्स वगैरह कैनबेरी प्लम वगैरह है ना वो पूरा डाल देगा. फिर उसका बाद वो ड्राई ग्रेप्स भी डाल के उसे अच्छा से मिक्स करके रखेगा. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനിപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഇട്ടു, പിന്നെ ക്യാൻബെറി ഇട്ടു, പിന്നെ ഇതാ ഡ്രൈ ഗ്രേപ്സും കൂടി ഇട്ടു. ഇതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് സ്റ്റൗവിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. നമ്മൾ കുറേ നേരം സൂക്ക് ചെയ്യണമെങ്കിൽ 2 മണിക്കൂറോളം വെക്കണം. അതിന് എളുപ്പത്തിനാണ് നമ്മൾ ഈ സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കിയത്. ചെറിയ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആറാൻ വേണ്ടി വെച്ച് പിന്നെ നമുക്ക് കേക്ക് മേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഒഴിച്ച് നമുക്ക് കേക്ക് മേക്ക് ചെയ്യാം. उसके बाद क्या है एक स्टव में रख कर थोड़ा गर्म करेगा तो सूखने के लिए ज़्यादा टाइम है ना उसके लिए बचाने के लिए ऐसा गर्म कर दिया तो भी केक मेक कर सकता है. उसके लिए फिर हम लोग क्या करेगा ये सूखने अभी थोड़ा गर्म हो गया इसको अभी अभी क्या केक मेकिंग चालू कर रहा है. അപ്പോൾ നമ്മൾ ഇനി കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങണ്ട. അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്ന് ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത് കേട്ടോ. അതനുസരിച്ച് നിങ്ങളും പയ്യെ പയ്യെ ഉണ്ടാക്കി തുടങ്ങിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മളൊരു ചരുവം എടുത്ത് അതിലോട്ട് കുറച്ച് ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളറിലുള്ള ഷുഗർ ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. अभी क्या है उसमें एक बर्तन लिया उसमें थोड़ा ब्राउन शुगर ऐड कर रहा है. ब्राउन शुगर बोला तो ब्राउन कलर का जो शुगर मिलता है उसको पाउडर करके ही ऐड कर रहा है. उसके बाद उसमें थोड़ा बटर ऐड कर रहा है. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇപ്പം ഓയിലിന് പകരം ബട്ടറാണ് ആഡ് ചെയ്തത്. फिर उसमें അതിലോട്ട് കുറച്ച് തൈര് ആഡ് ചെയ്തു. फिर उसमें थोड़ा दही भी ऐड कर रहा है. उसका बाद क्या है एक ऑरेंज का थोड़ा सा ग्रेट करके उसको ऐड कर रहा है. പിന്നെ ഒരു ഓറഞ്ചിൻ്റെ കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു എസൻസിൻ്റെ ഫ്ലേവറിന് വേണ്ടി അതും കൂടെ ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യണം കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുക. നല്ല ഓറഞ്ചൊക്കെ ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് കാണാനുള്ള ഓറഞ്ച് ആ ചെറിയ ചെറിയ തരികളൊക്കെ വേണം. അതിനുശേഷം അതിനെ നല്ലോണം മിക്സ് ചെയ്ത് उसका बाद वो पूरा अच्छा से मिक्स करना थोड़ा सा पेस्ट का जैसे आ जाएगा. മിക്സ് ചെയ്ത് നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക കേട്ടോ. പേസ്റ്റ് രൂപത്തിലായി കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് മൈദ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്ന മൈദ ആഡ് ചെയ്യുക. 2 കപ്പോളം മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ആ മൈദ ആഡ് ചെയ്ത് പിന്നെ അതിലോട്ട് കുറച്ച് ബേക്കിംഗ് पाउडर. उसके बाद थोड़ा मैदा ऐड किया. फिर उसके बाद उसके अंदर थोड़ा बेकिंग पाउडर और बेकिंग सोडा ऐड किया. പിന്നെ അതിലോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ആയത്. അതിനുശേഷം ഇപ്പം ആഡ് ചെയ്യുന്നത് സിനമൻ പൗഡർ. उसके बाद थोड़ा सिनेमन पाउडर भी ऐड कर रहा है. फिर उसमें थोड़ा सिनेमन पाउडर और इलायची पाउडर वगैरह ऐड कर रहा है. फिर उसमें थोड़ा जिंजर पाउडर भी ऐड कर दिया. പിന്നെ അതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് കറുകപ്പട്ടയും ഗ്രാമ്പും ഒക്കെ പൊടിച്ചതും പിന്നെ കുറച്ച് ജിഞ്ചർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഇത്രയും ഒന്ന് ആഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഗ്രാമ്പ് പൊടിച്ചതാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ അടുത്തത് ഇതാണ് ജിഞ്ചർ പൗഡർ എന്ന് പറഞ്ഞാൽ അതും കുറച്ച് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ കുറച്ചൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ഇത്തിരി ഉണക്കി നമ്മുടെ കാഷ്യൂവും ബദാമും ഒക്കെ കൂടെ ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് मिक्स किया. उसके बाद क्या किया उसमें थोड़ा काजू बादाम और वॉलनट वगैरह चॉप किया था उसको भी अच्छा से मिक्स कर रहा है. ये पाउडर और वगैरह अच्छा से मिक्स करके एक छोटा सा पेस्ट का ये हो गया. फिर हम लोग जो सूखने के लिए रखा था ना टूटी फ्रूटी वगैरह उसको ऐड करके इसको ये पेस्ट को थोड़ा
पेस्ट अच्छा से मिक्स कर रहा है അതിനുശേഷം നമ്മൾ ആ ടൂട്ടി ഫ്രൂട്ടിയും ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്ത് കുക്ക് ചെയ്യാൻ വെച്ചില്ല അതും ആ മിശ്രിതവും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ പരുവത്തിൽ നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ഒരുവിധം ആ മാവ് ഒരു ഫ്ലോറിൻ്റെ എന്നാൽ ചെറിയ കട്ടി ഉണ്ടാവും ആ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് അതൊരു बेक ചെയ്യാനുള്ള ഒരു പാത്രത്തിലോട്ട് बटर पेपर इटने से അതിലോട്ട് നമുക്ക് स्प्रेड किया उसके बाद क्या है जो बेक करने वाला ट्रे है ना उसमें डाल के एक बटर पेपर डाल के उसको स्प्रेड कर देना अच्छा सा स्प्रेड करके थोड़ा सा अच्छा से एक वो बर्तन का 75% तक ही ഫിൽ करना അപ്പോൾ ആ ട്രേയുടെ ഒക്കെ 75% മാത്രമേ ഫില്ല് ആവുള്ളൂ ബാക്കി നമുക്ക് പൊന്തി വരാൻ വേണ്ടിയുള്ള ഇതിന് വേണ്ടിയാണ് അങ്ങനെ 75% ഫില്ല് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ അതിനുശേഷം ഇത് ഫില്ല് ആയതിനു ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒരു കോമ്പാക്ഷൻ കൊടുക്കുക കേട്ടോ അതിന് ചെറിയൊരു ഇളക്കി ഒന്ന് ആ ലിക്വിഡ് എല്ലായിടത്തും ഒന്ന് स्प्रेड आवान വേണ്ടി അപ്പോൾ हल्का सा हिला के उसको अच्छा से स्प्रेड कर उसका बाद उसका ऊपर थोड़ा कैश्यू ड्राई फ्रूट्स वगैरह ये स्प्रेड करेगा अच्छा से स्प्रेड करके थोड़ा डिजाइन का जैसे स्प्रेड करके रखेगा പിന്നെ അതിനകത്ത് മുകളിലോട്ട് കുറച്ച് കശുവണ്ടിയും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നല്ലപോലെ ഒന്ന് വിതറി വെക്കുക നല്ലപോലെ ഒന്ന് വിതറി ഒരു നമുക്കൊരു കാണാൻ ഒരു ഭംഗിക്കുള്ള രീതിയിൽ നല്ലപോലെ ഒന്ന് വിതറി വെക്കുക കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മുകളിലിരിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ എന്തായിരിക്കും പ്ലം കേക്കിൻ്റെ ഭംഗി എന്നുള്ളത് ആ രീതിയിൽ അതിനെ നല്ലപോലെ അറേഞ്ച് ചെയ്ത് വിതറി വെക്കുക എന്നിട്ട് അതിനെ പതിയെ എടുത്ത് ഇനി നമുക്ക് ഓവനിലോട്ട് വയ്ക്കാം ഓവനിൽ ഞാനിപ്പം 170-180 ഒരു 50 മിനിറ്റത്തേക്ക് എന്നാൽ ഞാൻ എയർ ഫ്രൈയിലാണ് വയ്ക്കുന്നത് ഏകദേശം 180 50 മിനിറ്റ് നല്ലപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് अभी क्या है एयर फ्रायर में रखा था 180 में 50 मिनट तक रखा अभी देखो हमारा प्लम केक पूरा रेडी हो गया आप लोग भी घर में ऐसा प्लम केक ट्राई അപ്പം എൻ്റെ പ്ലം കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ